ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജീരിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ മൂന്നാമത്തെ കിളിക്കൂടാണ് ഗൈസ്. മൂന്നാമത്തെ കിളിക്കൂടാണ്. എനിക്ക് ഓർഡർ വന്നു, ഞാൻ പുതിയ മോഡൽ കിളിക്കൂട് ചെയ്തു, അത് നിങ്ങളിലേക്ക് എത്തിച്ചു. യെസ്, മൂന്നാമത്തെ കിളിക്കൂടാണ്. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. കിളിക്കൂട് കാണിച്ചു തരാം. ഇതാണ് കിളിക്കൂട്. അപ്പോൾ ടൈം കളയണ്ട, വേഗം പോയി സാധനം മേടിച്ച് കിളിക്കൂട് ഉണ്ടാക്കാം. ഹലോ ഗൈസ്, അപ്പോൾ അതെ നമുക്ക് കിളിക്കൂടിന് മൂന്നാമത്തെ ഓർഡർ വന്നേക്കാണ്. ഇങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് മിക്കവാറും തെറി പറയാൻ ചേർത്തിട്ട് കിളിക്കൂടാണ് ഗൈസ്. ആ തക്രു കാരണമാണ് എന്താണെന്നറിയില്ല, എനിക്ക് കിളിക്കൂടിൻ്റെ ചാകരയാണ്. ഓക്കെ, അപ്പോൾ അതാ ഞാൻ കിളിക്കൂടിനുള്ള മെഷൊക്കെ മേടിക്കാൻ പോവാണ്. മെഷ് മേടിച്ച് ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വളരെ ചെറിയ വീഡിയോ ആണ്. നമ്മൾ വേഗം പടി തീർക്കുവാണ്. ചതുരത്തിലാണ് കൂടുണ്ടാക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ വേഗം പോയി സാധനം മേടിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ കിളിക്കൂടിന് വേണ്ടി മെഷ് മേടിച്ച അതേ കടയിൽ നിന്ന് തന്നെ, അതായത് എലിഞ്ഞപറ്റ കടയിൽ നിന്ന് തന്നെയാണ്. ഇത് നമ്മുടെ ഷായി ചേട്ടൻ കഴിഞ്ഞ തവണ പുള്ളി തന്നെയാണ് സാധനങ്ങളൊക്കെ എടുത്തു തന്നത്. ഇത്തവണയും പുള്ളി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന മെഷ്. നമ്മൾ കഴിഞ്ഞ തവണ എടുത്തേക്കുന്ന മെഷിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ്. ഇത് ഷായി ചേട്ടൻ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ്. കാരണം ഇച്ചിരി ഹൈറ്റൊക്കെയുള്ള മെഷാണ്. പ്രൈസ് കുറച്ച് വ്യത്യാസമുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് പുള്ളി കട്ട് ചെയ്യാനുള്ള കത്രിയൊക്കെ എടുക്കാനായിട്ട് പോയേക്കാണ്. ഇപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് പാർട്സാക്കി മേടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാധനം മേടിച്ച് ബില്ല് എഴുതി മേടിച്ചേക്കുവാണ്. ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെ മെഷ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി നീളമുള്ള മെഷാണ്, അതുകൊണ്ട് തന്നെ എന്താ അറിയത്തില്ല. പക്ഷേ ഇതിനല്പം പൈസ കുറവാണ്. ഓക്കെ, നല്ല സാധനമാണ്, പൈസ കുറവാണ്. കുറച്ച് കനം കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ നല്ല പൈസ കുറവാണ്. നമുക്കിപ്പോൾ ടോട്ടൽ ചിലവ് വന്നേക്കുന്നത് 750 രൂപ. ഈ ഒരു മെഷീനും ഈ അലുമിനിയം കമ്പി ഫ്രീ ആണ് കേട്ടോ. അലുമിനിയം കമ്പിക്കും ചിലവ് വന്നിട്ടുണ്ട്. അലുമിനിയം കമ്പി ഷായിച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട് തന്നു. ഓക്കെ, നമുക്ക് ഡിസ്കൗണ്ട് തന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ബെൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ എടുക്കാൻ പറ്റും വരത്തില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. ട്രൈപോഡിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കാം. ടൈം ലാപ്സ് ഇട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഒരു ചതുരത്തിൽ അളന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം ഇത് ജോയിൻറ്റ് ചെയ്യും ഗൈസ്. യെസ്, നമ്മളിത് ജോയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം. ബെൻഡ് ചെയ്യാൻ നമ്മൾ മെഷ് ബാക്കിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ ആ മെഷ് നിവർത്തിയിട്ട് നമ്മൾ രണ്ട് സൈഡ് ഇങ്ങനെ വിരിച്ച് വെക്കാൻ പോകും. വിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളത് കറക്റ്റ് നീളം അളന്ന് നോക്കി 2 മീറ്ററാണ്. നമ്മളത് തുല്യമായിട്ട് 4 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് അത് ബെൻഡ് ചെയ്ത് സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാൻ പോകും. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത്. ആ വർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് ടൈം ലാപ്സ് ഒക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. ബെൻഡ് ചെയ്തതാ ഒരു സ്ക്വയർ ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നതാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ഈ 4 ഭാഗം ലോക്ക് ചെയ്യാൻ പോവാണ്. അത് ഇതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് അത് നമ്മൾ ലോക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ലോക്ക് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന വീഡിയോ പോലെ തന്നെയാണ് നമ്മൾ ഇതും ലോക്ക് ചെയ്യുന്നത് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് വാച്ച് ചെയ്തിട്ട് വരും കേട്ടോ. അതൊരു സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. വേറെ ഒന്നുമല്ല കട്ട് ചെയ്യുന്നത്, നമ്മളത് ബെൻഡ് ചെയ്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫുള്ള് ടൈം ലാപ്സ് ആണ്. ഇനി ടൈം ലാപ്സിന്റെ ചാകരയാണ്.
കൂടിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ഇങ്ങനെ മറയ്ക്കാൻ പോവാണ്. അതായത് എന്ത് ചെയ്യുന്നു, വേറൊരു ഗ്രില്ല് വെച്ചിട്ട് നമ്മളത് കെട്ടിക്കൊടുക്കാൻ പോവാണ്. നമ്മൾ എങ്ങനെയാണോ ഈ ഒരു സെക്ഷൻ ലോക്ക് ചെയ്യുക അതുപോലെ തന്നെയാണ് നോർമൽ ഭാഗങ്ങളെല്ലാം ലോക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ചില ഭാഗങ്ങൾ മാത്രം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അലൂമിനിയം വയറിട്ട് കിട്ടും. അപ്പോൾ ഞാനിനി അത് ലോക്ക് ചെയ്യുന്നത് നമുക്ക് ടൈം ലാപ്സ് ഇട്ട് കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതേ നമ്മള് മെഷീൻ്റെ ഈ ഒരു സെക്ഷൻ ടോപ്പ് ഭാഗവും സൈഡ് ഭാഗവും എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇത് ജസ്റ്റ് ബെൻഡ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷെ അതിനുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ, ലോക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. നമ്മൾ ഇനി ഇതിന്റെ ഉള്ളിൽ വുഡ്, അതായത് കിളികൾക്ക് ഇരിക്കാനുള്ള ശിഖരങ്ങൾ കയറ്റി വെക്കാനുണ്ട്. പിന്നെ ചട്ടി അത് നമ്മൾ ഓർഡർ തന്ന ആൾ കൊണ്ടുവന്നാൽ നമ്മൾ ചട്ടി വെക്കുള്ളൂ. ചട്ടി വെക്കാനുണ്ട്. അത്രയും കഴിഞ്ഞാലും നമ്മളിത് ക്ലോസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഡോർ വെക്കും. ആ ഒരു വർക്കേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ വർക്കുകളൊക്കെ വേഗം കണ്ടേക്കാം. നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിൽ വെക്കാനുള്ള കമ്പ് എത്താൻ പോവാണ്. ഇതുണ്ട് വളരെ രമണീയമായ സ്ഥലം. ഈ സ്ഥലത്താണ് നമ്മൾ കമ്പ് എത്താൻ പോകുന്നത്. കമ്പ് എത്തുന്ന വിഷ്വൽസൊക്കെ വേഗം കാണിച്ചു തരാം. ഇന്ന് മനുവിൻ്റെ കിളിക്കൂടിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതാ ശിഖരങ്ങൾ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇതേ ഏതോ ഒരു പാലത്തിലാണ്. ഈ ഒരു പാലത്തിൽ നിന്ന് എനിക്ക് അവിടെ എത്തണമെങ്കിൽ പാലം, തോട്, കമ്പ് അവിടെ എത്തണം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ വേഗം പോയി കമ്പി എത്തിയെടുത്ത് വെച്ച് വരാം. ഫോൺ കൊണ്ടുപോയി ഫോൺ വെള്ളത്തിൽ പോയാൽ എൻ്റെ യൂട്യൂബ് ജീവിതം അതോടെ തീരും. വേഗം പോയി കമ്പി എത്തട്ടെ. അങ്ങനെ കാടിൻ്റെ ആ ഉച്ച വരെ പോയിട്ട് എനിക്ക് കിട്ടിയത് ഇതുപോലത്തെ ഒരു കമ്പാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി കമ്പാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്. ഇനി ഇതെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് സ്ക്യൂസ് ചെയ്ത് കയറ്റണം. ഇതിൻ്റെ ഇല മൊത്തം പറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റണം. പിന്നെ ആ പരിപാടികളൊക്കെ നോക്കട്ടെ. കൂവിൻ്റെ വർക്ക് ഒരു എന്താ പറയുക, ഒരു 70% ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലിതേ ഞാനിപ്പോൾ നമ്മുടെ വുഡൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും കംപ്ലീറ്റ്ലി സീൽഡ് ആണ്. ഓക്കെ, ഇനി കിളിക്ക് പോകാനും വരാനും ഒരു വഴിയുമില്ല. ഇനി നമ്മളിതിൽ ഡോർ സെറ്റ് ചെയ്യാൻ പോകണം. ഡോർ സെറ്റ് ചെയ്യേണ്ട പീസൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ കടയിൽ പോയിട്ട് ചെറിയൊരു വിജാഗിരിയും കുറച്ച് നട്ടും മുട്ടൊക്കെ മേടിക്കാനുണ്ട്. അപ്പം കട്ട് ചെയ്ത് ഡോറൊക്കെ സെറ്റ് ചെയ്യുന്നത് വേഗം കണ്ടേക്കാട്ടോ. ചെയ്യുന്നത് ആ ഡോർ ഉണ്ടാക്കാനുള്ള പീസ് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡോറ് വെക്കാനുള്ള സ്പേസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 2 ഡോറ് വെക്കുന്നുണ്ട്, 2 സ്പേസ് മാറ്റിയിട്ടുണ്ട്. ഇനി 2 വിജാഗിരി, 12 നട്ട്, 12 നട്ടും ബോൾട്ടും, 12 24 വാഷറും മേടിച്ചിട്ട് വരണം. 24 വാഷർ മേടിച്ചിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ 80% വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ചട്ടിയൊക്കെ കെട്ടി തൂക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനുവിനെ വിളിക്കണം സാധനം കൊണ്ടുപോകാനായിട്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഷോട്ടൊക്കെ എടുക്കണം. വേഗം എടുക്കാം. ഇതിൻ്റെ വാതിൽ ഇങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഒരു വാഷർ ഇട്ടിട്ട് വിജാഗിരിയും ഇതിൻ്റെ ഒരു കൂടിൻ്റെ ഒരു ഗ്രില്ലിൻ്റെ ഒരു പീസോട് ജോയിൻ ചെയ്യും. ഈ വിജാഗിരിയും ഈ ഗ്രില്ലും വാഷറുടെ ഇടയിലിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഒരുപാട് കാണാനൊന്നുമില്ല, വേഗം പണി തീർക്കണം. കാരണം ഓർഡർ എടുത്ത ആൾക്കാർ വേഗം സാധനം എടുക്കാൻ വരുന്നത്. ഞാൻ വേഗം പണി തീർക്കട്ടെ. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ കിളിക്കൂട്.
ചതുരത്തിലാണ് ചെയ്തേക്കുന്നത്. നമ്മളിതിനു മുമ്പ് ചെയ്ത ക്ലിക്കൂടെല്ലാം വട്ടത്തിലും പൊക്കത്തിലൊക്കെയാണ്. ഇതിന് ചില സാമാന്യ നീളമൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ ഡോറൊക്കെ ചെയ്തിട്ടുണ്ട്. ഡോർ എങ്ങനെയാണെന്ന് വെച്ചാൽ വെൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിജാഗിരിയുടെ ഇടയിൽ, അതായത് വാഷറൊക്കെ ഇട്ടിട്ട് ആ വാഷറും ഗ്രില്ലും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കുറച്ച് നല്ല സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല. അവർ പിന്നെ ഇവിടെ താഴും മുട്ടൊക്കെ ഇടാറാണ് ചെയ്യാറ്. പിന്നെ ഈ ഡോറും അങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ഉള്ളിൽ വുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുള്ളൂ വർക്ക്. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? അവർ വീട്ടിൽ പോയിട്ട് അവർ ഓർഡർ തന്നേക്കുന്ന ആൾക്കാരെ ചട്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. അവരിതിനുള്ളിലെല്ലാം സെറ്റ് ചെയ്തിട്ട് റെഡി ആയിക്കോളും. എനിക്കിനി ചിലപ്പം ഇൻട്രോ പറയാനൊന്നും പറ്റിയതില്ല, ചിലപ്പോൾ ഔട്ട്രോ പറയാനും പറ്റിയതില്ല. വേഗം പരിപാടികളൊക്കെ തീരും ഗൈസ്. നിങ്ങളൊന്ന് കണ്ടേക്കാട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണിത്. ബാക്കിൽ നമ്മുടെ കിളിക്കൂടി ഇരിപ്പുണ്ട്. എനിക്കിനി ഔട്ടർ പറയാൻ പറ്റുന്നില്ല, കാരണം ഓർഡർ വന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഗൈസ്. അപ്പം ഇതായിരിക്കും നമ്മുടെ ഔട്ടർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ ബൈ ഫ്രം villagegenius.